മോഹൻലാൽ എന്ന നടന് ജീവിതത്തിൽ പിടിക്കാത്ത പുലിവാലുകൾ വളരെ കുറവാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തൊക്കെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് എന്ത് കുരുത്തക്കേടിനും മുന്നിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് എന്ത് സഹായവും വഴിവിട്ട സഹായവും ഒക്കെ ചെയ്യുന്നതിന് അല്പം കുപ്രസിദ്ധി നേടിയ ഒരു വ്യക്തിയാണ് നമ്മുടെ ലാൽ. ലാലിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു ആനക്കൊമ്പ് കേസ് വന്നു. പിന്നീട് അത് വലിയൊരു പ്രശ്നമായിട്ട് മാറി. പക്ഷേ അവസാനം അതിന് മതിയായ രേഖകളൊക്കെ സമർപ്പിച്ചാണ് അദ്ദേഹം ഈ ആനക്കൊമ്പ് കേസിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടെ. അതുപോലെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് മോഹൻലാൽ, പ്രിയദർശന്, നമ്മുടെ സുരേഷ് കുമാർ ഇങ്ങനെ ഉൾപ്പെടുന്ന തിരുവനന്തപുരം ബെൽറ്റ്, അല്ലെങ്കിൽ ഇവരുടെ സുഹൃത്തുക്കളൊക്കെ അത്യാവശ്യം എന്ത് തരികിടയ്ക്കും നിൽക്കുന്ന, അല്ലെങ്കിൽ ആരെയും ഒതുക്കുകയും നന്നാക്കുകയും മര്യാദ പഠിപ്പിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ശക്തമായ ഒരു ഗ്യാങ് ആയിരുന്നു. അപ്പോൾ ഈ തിരുവനന്തപുരം ഗ്യാങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യകാലങ്ങളിൽ സിനിമ മേഖലയിലുള്ളവർക്ക് ഭയമായിരുന്നു. ഇപ്പോഴത്തുള്ള പോലെയല്ല കേട്ടോ, അത് കുറേയൊക്കെ തമാശ കൂടെ കലർത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, മീര ജാസ്മിൻ, അഹങ്കാരിയായ മീര ജാസ്മിനെ മോഹൻലാൽ മര്യാദ പഠിപ്പിച്ച കഥകൾ നമുക്കറിയാം. മോഹൻലാലിനെ താമസിപ്പിച്ച് നോക്കിയിരുത്തി കുറേ മദ്യപിച്ച് കിറങ്ങി അടിച്ച് പാമ്പായിട്ട് കിടന്ന മീര വന്ന് ലൊക്കേഷനിലെ പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തതോടുകൂടി മീര എന്ന നടി തന്നെ തൻ്റെ കരിയർ അവസാനിപ്പിച്ച് പോകേണ്ടതായ ഒരു സാഹചര്യത്തിൽ വന്ന കഥകളൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. സമാനമായ രീതിയിൽ മലയാളത്തിലെ ഒരു കാലഘട്ടത്തിൽ നിറഞ്ഞിരുന്ന സുമലത ഭയങ്കര അഹങ്കാരിയായിരുന്നു. നമുക്കറിയാം, അവർ പലപ്പോഴും അഭിനയിക്കാനായിട്ട് വരുമ്പോൾ അമ്മയെ കൂട്ടിക്കൊണ്ട് വരും, പരിചാരകർ രണ്ടുപേരൊക്കെ കാണും. എന്നിട്ട് ഒരു 3-4 റൂം ഒരുമിച്ച് ബുക്ക് ചെയ്യും. എന്നിട്ട് അഭിനയിക്കാൻ വരുന്ന ആളുകളോടൊന്നും വലിയ സംസർഗമൊന്നുമില്ല, വലിയ ജാടയൊക്കെ ഇട്ടിരിക്കും. അപ്പോൾ ഈ സുമലതയെ പോലെയുള്ള ആളുകളുടെ ഈ അഹങ്കാരം ശമിപ്പിക്കണം, എല്ലാവരും ഒരേ ജോലി ചെയ്യുന്നവരല്ലേ, പിന്നെ ഇവളുമാർക്ക് എന്താ ഇത്ര അഹങ്കാരം, ഇതൊക്കെ ഒന്ന് നന്നാക്കണം എന്നൊക്കെ തീരുമാനിച്ച് മോഹൻലാൽ സുമലതയെ പറ്റിച്ച് പേടിപ്പിച്ച ഒരു കഥയൊക്കെ നമ്മൾ വീഡിയോയിലിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അല്പസ്വല്പം വികൃതിയും അടിപൊളി കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിതം വളരെ സരസമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ലാലും ലാലിൻ്റെ അടുത്ത സുഹൃത്തുക്കളും. ഇവരുടെ കയ്യിലില്ലാത്ത പൊതുവെയുള്ള കുരുത്തക്കേടുകൾ, എല്ലാ കുരുത്തക്കേടും അത്യാവശ്യമൊക്കെ ഇവരുടെ കയ്യിലുണ്ട് താനും. അങ്ങനെ ഇരിക്കെ നമുക്കറിയാം, മോഹൻലാലിൻ്റെ ഈ പൊതു സ്വഭാവം അദ്ദേഹത്തിൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും അറിയുകയും ചെയ്യാം. അങ്ങനെ സത്യൻ അന്തിക്കാടിൻ്റെ ഒപ്പം ഒരുപാട് ചിത്രങ്ങളിൽ മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ട്. ഇവർ അടുത്ത സുഹൃത്തുക്കളുമാണ്. നാടോടിക്കാറ്റ് എന്ന ചിത്രത്തിൻ്റെ ആ ഒരു ചിത്രീകരണം എല്ലാം പൂർത്തിയായതിനു ശേഷം സത്യൻ അന്തിക്കാട് ഒരു ദിവസം തൻ്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ആ ടെൻഷനൊക്കെ ഒഴിവായി ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ ഒരു കാറ് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ആ നടപ്പ് കണ്ടപ്പോൾ സത്യൻ അന്തിക്കാടിന് തോന്നി, ഇത് ലാലാണോ എന്ന്. അല്ലേ, നമുക്കറിയാൻ പാടില്ലേ മോഹൻലാലിൻ്റെ നടപ്പെങ്ങനെയാണ്, തൊളയ്ക്ക് ചിരിച്ച് ഇങ്ങനെ പതുക്കെ വരും. അപ്പോൾ അകലേന്ന് കണ്ടപ്പോൾ തോന്നിയതിൽ മോഹൻലാലാന്ന് തോന്നി. പക്ഷേ ആള് സംശയം തോന്നിയുള്ളൂ. ഇങ്ങനെ പതുക്കെ വന്ന് അടുത്ത് വന്നപ്പോഴത്തേക്കും മനസ്സിലായി, ഇത് മറ്റാരുമല്ല, നമ്മുടെ ലാല് തന്നെയാണ് എന്ന്. അപ്പം സത്യൻ അന്തിക്കാട് സാധാരണ വിളിച്ചൊക്കെ പറഞ്ഞിട്ടാണ് മോഹൻലാൽ ചെല്ലുന്നത്. ഇത് വിളിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യാതെ ലാലിനെ കണ്ടപ്പോൾ സത്യൻ അന്തിക്കാടിന് സന്തോഷവും തോന്നി, അമ്പരപ്പൊക്കെ തോന്നി. അപ്പോൾ വന്നപടി മോഹൻലാൽ സത്യൻ അന്തിക്കാടിനെ ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ചിട്ട് അങ്ങ് മാറ്റി നിർത്തി. എന്നിട്ട് ചെവിയിൽ പറഞ്ഞു, അതെ, എനിക്ക് അത്യാവശ്യം ഒരു സഹായം ചെയ്യണം, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഇല്ലയെന്നൊന്നും പറയില്ല കേട്ടോ. അപ്പോഴത്തേക്ക് സത്യൻ അന്തിക്കാടിന് ഒരു ടെൻഷനായി, എന്താണ് മോഹൻലാൽ ഇങ്ങനെ ഇത്ര രഹസ്യമായിട്ട് പറയുന്നതെന്നൊക്കെ സത്യൻ അന്തിക്കാട് അങ്ങ് ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ പറഞ്ഞു, അതെ, ഒരാളെ കുറച്ച് ദിവസം സത്യേട്ടൻ്റെ വീട്ടിലൊന്ന് ഒളിച്ചു താമസിപ്പിക്കണം, ആൾ കാറിൽ ഇരിപ്പുണ്ട്, വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എൻ്റെ സത്യേട്ട, എതിര് പറയരുത്. ആൾ ആരാന്ന് കേട്ടപ്പോഴത്തേക്കും തൻ്റെ പാതി ജീവൻ പോയെന്നാണ് സത്യൻ അന്തിക്കാട് പറയുന്നത്. കാരണം അക്കാലത്തെ പ്രശസ്തമായ അല്ലെങ്കിൽ പ്രമാദമായ ഒരു കൊലക്കേസിലെ പ്രതിയാണ് ഒളിവിൽ പാർപ്പിക്കേണ്ടത്. അയാളാണെങ്കിൽ നേരത്തെ മോഹൻലാലിൻ്റെ ഒരു സിനിമ നിർമ്മിക്കുകയും ചെയ്തു. അപ്പം ഈ കാര്യമൊക്കെ കേട്ടപ്പോഴത്തേക്ക് സത്യൻ അന്തിക്കാടിൻ്റെ ജീവൻ അങ്ങ് പറന്നുപോയി. അപ്പോൾ മോഹൻലാൽ പറയുക, അതെ, 2 ദിവസം താമസിപ്പിച്ചാൽ മതി, നമ്മൾ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട്, പോലീസിന് പിടികൊടുത്താൽ വലിയ പ്രശ്നമാവും, അതുകൊണ്ട് സത്യമായിട്ട് എങ്ങനെയും സഹായിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സത്യൻ അന്തിക്കാടിന് ഇത് ഒരു തരത്തിൽ ഉൾക്കൊള്ളാൻ പറ്റില്ല. പുള്ളിക്ക് അറിയാം, ഒരു കൊലക്കേസ് പ്രതിയൊക്കെ ഒളിച്ചു താമസിപ്പിക്കാൻ പോയാലുണ്ടാകുന്ന പുലിവാലുകൾ. അപ്പം മോഹൻലാലിനെ വിഷമിപ്പിക്കാനും പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ആദ്യമേ സത്യം പറഞ്ഞു, എൻ്റെ പൊന്നു ലാലേ, വേണ്ട, ഈ പരിപാടി നടക്കത്തില്ല. അപ്പം മോഹൻലാലിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സത്യൻ അന്തിക്കാട് എന്ത് പറഞ്ഞു, അതെ, ഇത് അമ്മയും ചേട്ടനൊക്കെ താമസിക്കുന്ന വീടാ, തറവാട് വീടാണ്, ഇവിടെ എന്തായാലും പറ്റൂല എന്ന് പറഞ്ഞു. ഉടനെ മോഹൻലാൽ പറഞ്ഞു, ചേട്ടാ, അതിനകത്ത് നമ്മുടെ തറവാട് വീട് വേണ്ട, അപ്പുറത്ത് പണി നടക്കുന്ന ഒരു വീടുണ്ട്, നമുക്ക് ആ പണിക്കാരുടെ കൂട്ടത്തിൽ 1-2 ദിവസം താമസിപ്പിക്കാവുന്ന. പണ്ട് നമ്മൾ കണ്ടിട്ടില്ലേ തിലകനെ, തിലകനെ കൊപ്രക്കളത്തിൽ ഒളിച്ചു താമസിപ്പിക്കുന്ന ആ സീനൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഈ ഒരു സാഹചര്യത്തിൽ വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതേപോലെ ഒരു സഹായമാണ് ചോദിക്കുന്നത്, ആ പണിക്കാരുടെ കൂട്ടത്തിൽ 2-3 ദിവസം താമസിച്ചോട്ടെ, എന്താ കുഴപ്പമെന്ന്.
അപ്പം സത്യൻ അന്തിക്കാട് പറഞ്ഞു, ഇത് നടപടിയാകത്തില്ല, പ്രശ്നമാകും. സത്യൻ ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യൻ അന്തിക്കാടിൻ്റെ ജീവൻ ഇങ്ങനെ പറന്നു പോവുക. ദൈവമേ, എന്ത് പൊല്ലാപ്പം കൊണ്ടാണോ ഈ ചെക്കൻ വരുന്നത്, നാളെ എന്താവുമോ എന്തോ, പോലീസ് കേസാവുമോ, ഇങ്ങനെ ഭയപ്പെട്ടാണ് സത്യൻ ഇങ്ങനെ ഇരിക്കുന്നത്. അവസാനം ഇനി മോഹൻലാൽ സത്യൻ അന്തിക്കാട് ഓരോ ഒഴിവൊഴിവ് പറയും തോറും അതിനെ ഒപ്പിച്ചൊപ്പിച്ച് മറുപടി കൊടുത്തോണ്ടിരിക്കുക. അവസാനം മനസ്സിലായി ഒരു നടയ്ക്കൊന്നും പോകത്തില്ല എന്ന്. അവസാനം സത്യൻ അങ്ങ് പറഞ്ഞു, മോഹൻലാൽ പെണിങ്ങാൽ മിണ്ടില്ലേ, എൻ്റെ പൊന്നിലാലേ ഈ പരിപാടിയൊന്നും ഇവിടെ നടക്കത്തില്ല കേട്ടോ, നീ സ്ഥലം വിട്, വേറെ എവിടെയെങ്കിലും പോയി നോക്ക്, ആരെയും തപ്പ്, ഇതെന്തായാലും ഈ പരിപ്പ് ഇവിടെ വേഗത്തില്ല, ഞാൻ ഈ റിസ്ക് എടുക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ എന്നാ പറഞ്ഞാലും സമ്മതിക്കാലേ എന്നൊക്കെ ചോദിച്ചു. മോഹൻലാലുമായിട്ട് മിക്കവാറും അടിച്ചു വരേണ്ടി വരും, ഇനി സ്നേഹം പോയാലും വേണ്ടില്ല, കേസിൽ പോയി അകത്ത് കിടക്കുന്നതിലും ഭേദമാണല്ലോ എന്ന് വിചാരിച്ച് സത്യം പറഞ്ഞു, നടക്കല്ല കേട്ടോ, നീ വെറുതെ നോക്കുന്നതെന്ന് പറഞ്ഞു. അന്നേരത്തേക്കും സ്ഥലം വിടാനാണ് പറഞ്ഞു, കാലിയാക്കുക, വിട്ടോ 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 വിട്ടുപിടിച്ചോളാൻ പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്കും മോഹൻലാൽ പതുക്കെ ഒരു കള്ളച്ചിരി ചിരിച്ചു. ആ ചിരി കണ്ടപ്പോഴാണ് സത്യന് മനസ്സിലായത്, ഓ ഇത് നമുക്കിട്ട് പണി തന്നെ. കാരണം മോഹൻലാൽ ഇങ്ങനെ ഒപ്പത്തിലുള്ളവർക്കൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പാര വയ്ക്കുകയും തമാശ കളിക്കുകയും ആളുകളെ പൊട്ടന്മാരാക്കുകയും അങ്ങനെ രസം കാണുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ മോഹൻലാൽ പതുക്കെ ചിരിച്ചപ്പോൾ മനസ്സിലായി, ഓ ഒരു ചായ പോലും തരാതെ പറഞ്ഞു വിടുവാണോ എന്ന് അങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ ആ സത്യനെ ക്ലിയറായി, ഓ ഇത് പറ്റിച്ചതാണ്. അപ്പോൾ രണ്ടുപേരുടെ ഭയങ്കര റിലാക്സായി, ഭയങ്കര പൊട്ടിച്ചിരി ബഹളമൊക്കെ ആയി സമാധാനമായിട്ടിരുന്നു. അപ്പോൾ സത്യത്തിന് അന്ത്യക്കാട്ടെ ചെറിയൊരു വിശ്വാസക്കുറവ്. എന്നിട്ട് നോക്കി, അപ്പോൾ കാരണത്തൊന്നും ആരും ഇല്ലെന്നേ, വെറുതെ താങ്ങി വിടുന്നതാണ്. അങ്ങനെ ഏതായാലും മോഹൻലാലിനെ ചായയെ കൊടുത്ത് സത്യൻ അന്തിക്കാട് വളരെ സമാധാനത്തോടെ ലാലപ്പനെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു. അപ്പം തനിക്ക് പറ്റിയ മോഹൻലാൽ ഇങ്ങനെ ഒരുപാട് ആളുകളെ കുരങ്ങ് കളിപ്പിക്കാറുണ്ടെന്നും തന്നെയും മോഹൻലാൽ ഇങ്ങനെ കുരങ്ങ് കളിപ്പിച്ചിട്ടുണ്ടെന്നും സത്യന് തൻ്റെ ഒരു ആത്മകഥ എഴുതിയൊരു ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ആ കാര്യങ്ങളൊക്കെ തൻ്റെ ആത്മകഥാ രൂപത്തിൽ എഴുതിയ ബുക്കിലേക്ക് പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, മോഹൻലാൽ എന്ന വ്യക്തി സിനിമയിലെ കാണുന്ന പോലെ വളരെ ഗൗരവക്കാരനൊന്നുമല്ല. അദ്ദേഹം ജീവിതം വളരെ രസകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും സുഹൃത്തുക്കളുടെ ഒപ്പം ജീവിതം വളരെ സന്തോഷമായിട്ട് ചെലവഴിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. സമാനമായ രീതിയിൽ ഇന്നസെൻ്റ് ഒരിക്കലും മോഹൻലാലിനെ പറ്റിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, മോഹൻലാലെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു എന്നും തിരക്കിട്ട് സിനിമയെന്ന് ഓട്ടം മോഹൻലാൽ ഒന്നിനും സമയമില്ല. അപ്പോൾ ഇന്നസെൻ്റ് പറഞ്ഞു, ലാലെ എനിക്ക് ഒരു 2 ദിവസം അത്യാവശ്യമായിട്ട് എനിക്ക് ഇച്ചിരി നിൻ്റെ 1-2 ഡേറ്റൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പം മോഹൻലാൽ ഓർത്തു, ഇന്നസെൻ്റ് പല സിനിമകളും പിടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇയാൾ പുതിയ സിനിമ എന്തോ പിടിക്കാൻ പോവുക, എന്നായാലും ഇന്നസെൻ്റ് അല്ലേ, ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം മോഹൻലാൽ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു, അതിനെന്താ, നിങ്ങൾ ഡേറ്റ് പറയൂ, ഞാൻ ഡേറ്റ് തരാം, എന്നത്തേക്കാണോ വേണ്ടതെന്ന് പറയും, നമുക്ക് അറേഞ്ച് ചെയ്യാമെന്ന് പറയും. അപ്പോൾ ഏത് സിനിമയാണെന്നുള്ള മോഹൻലാൽ പതുക്കെ ചോദിച്ച് വരിക. അപ്പം പറഞ്ഞു, അന്നേരമാണ് ഇന്നസെൻ്റ് ഒറിജിനൽ സ്വഭാവം ഐഡിയ ഇട്ടേ, മോഹൻലാൽ എനിക്ക് സിനിമ കാണാനോ സിനിമ പിടിക്കാനൊന്നും അല്ല, ഞാനും ഒക്കെ എല്ലാ ദിവസവും ഒരു സിനിമ കഴിയുമ്പോൾ അടുത്ത സിനിമ, അത് അടുത്ത സിനിമ, ഇങ്ങനെ ഓടി നടക്കുക. ഇങ്ങനെയൊക്കെ ഓടി നടന്നാൽ മതിയോ, നമുക്ക് ഇച്ചിരി സന്തോഷവും സുഖവും ലൈഫിലൊരു എൻജോയ്മെൻ്റൊക്കെ വേണ്ടേ. അതുകൊണ്ട് നിൻ്റെ ഒപ്പം ഒരു 2-3 ദിവസം ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്, എനിക്ക് 1-2 ദിവസം വേണം, എനിക്ക് നിൻ്റെ കുറച്ച് ഡേറ്റ് വേണം, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയിരുന്ന കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആളുകളെ ആസാക്കി കുറേ വികൃതികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഫണ്ണി ടൈം, അല്ലെങ്കിൽ ലൈഫ് ഒന്ന് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകണ്ടേ എൻ്റെ ലാലേ, അതിന് വേണ്ടിയിട്ടാണ് ചോദിച്ചതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്കാണ് മോഹൻലാലിന് സമാധാനമായ. കാരണം സാധാരണ ഇതിൽ ഇങ്ങനത്തെ കുരുത്തക്കേടൊക്കെ ഒപ്പിക്കുന്ന ഒരു വ്യക്തി മോഹൻലാലാണെങ്കിൽ ഇത്തവണ പണി കൊടുത്തത് നമ്മുടെ ഇന്നസെൻ്റാണ്. അപ്പോൾ മോഹൻലാൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള അടുത്ത പല സുഹൃത്തുക്കൾക്കും സമാനമായ രീതിയിൽ ഇങ്ങനെ ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഇതിൻ്റെ മറ്റൊരു വേർഷനാണ് നമ്മുടെ മുകേഷ് അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിൽ നടന്നേക്കുന്ന പല കാര്യങ്ങളൊക്കെ തമാശ കലർത്തി ചാനലിൽ വന്നിരുന്ന് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് രസകരമായ കാര്യങ്ങൾ മോഹൻലാലിൻ്റെ ഇവരുടെ കൂട്ടുകാരുടെ ഇടയിലൊക്കെ നടക്കാറുണ്ട്. പലതും ഇവർ പുറത്തോട്ട് പറയാറില്ല. വളരെ ഇങ്ങനെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരെ പറ്റിക്കുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്ന ചുരുക്കം ചില കഥകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതിലൊരു കഥയാണ് ഇപ്പോൾ പറഞ്ഞത്. എന്താ, കൊലക്കേസ് പ്രതിയെ ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് സത്യൻ അന്തിക്കാടിൻ്റെ വീട്ടിൽ ചെന്ന് സത്യൻ അന്തിക്കാടിനെ ടെൻഷൻ്റെ മുൾമുനയിൽ നിർത്തിയ ലാലിൻ്റെ ഈ കഥ.